എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മഴത്തോരും മുമ്പേ എപ്പിസോഡ് ശരിക്കും വികാരങ്ങളും സ്നേഹവും കുടുംബബന്ധങ്ങളും നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു. അതേസമയം വൈജയന്തിയുടെ പഴയ വൈരാഗ്യവും വീണ്ടും ശക്തമായി കാണാൻ കഴിഞ്ഞു. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് നോക്കാം. രാവിലെ തന്നെ വൈജയന്തി കൃഷ്ണമോളോട് ചോദിക്കുകയാണ്, രാവിലെ അടുക്കളയിൽ എന്തായിരുന്നു ഇത്ര ബഹളം എന്ന്. അതിന് കൃഷ്ണമോൾ കൊടുക്കുന്ന മറുപടി വളരെ രസകരമായിരുന്നു. അമ്മയുടെ മോൾ ആദ്യമായി അടുക്കളയിൽ കയറിയതിന്റെ ആഘോഷമാണ് എന്നായിരുന്നു കൃഷ്ണയുടെ മറുപടി. അതും കൂടാതെ 2-3 ദിവസത്തേക്ക് ഈ ആഘോഷം കാണും എന്നും കൃഷ്ണ പറയുന്നുണ്ട്. പക്ഷേ പതിവ് പോലെ വൈജയന്തിയുടെ സംസാരമൊക്കെ വിഷം നിറഞ്ഞതായിരുന്നു. അവൾ അടുക്കളയിൽ കയറേണ്ട കാര്യമെന്താ? മറ്റവൾ ചത്തുപോയോ എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ കൃഷ്ണമോൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അമ്മയുടെ ഈ സംസാരമാണ് അമ്മയോടുള്ള റെസ്പെക്ട് ഇല്ലാതാക്കുന്നത് എന്ന്. പിന്നീട് കൃഷ്ണ പറയുകയാണ്, അലീന ചേച്ചിക്ക് നല്ല പനിയാണെന്നും അതുകൊണ്ടാണ് ബബിത അടുക്കളയിൽ സഹായിക്കാൻ ഇറങ്ങിയതെന്നും. എന്നാൽ അതിനും വൈജയന്തി കുറ്റം കണ്ടെത്തുകയാണ്. വീട്ടുവേലക്കാരിയെ സഹായിക്കാനാണോ അവൾ അടുക്കളയിൽ കയറുന്നത്? അവൾക്ക് എക്സാം ഇല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അതേസമയം കൃഷ്ണമോൾ വളരെ മനോഹരമായി മറുപടി കൊടുക്കുന്നുണ്ട്. അലീന ചേച്ചിക്ക് കിട്ടിയത് രോഹിയേട്ടന്റെ കയ്യിൽ നിന്നാണ് എന്ന് പറഞ്ഞ് വൈജയന്തിയെ നിശബ്ദയാക്കുന്നുണ്ട്. അവിടെ തന്നെ കൃഷ്ണ പറയുന്ന ഒരു ഡയലോഗ് വളരെ ശ്രദ്ധേയമായിരുന്നു. അമ്മ പറയുന്ന ആ മദർ തെരേസ ഇല്ലായിരുന്നെങ്കിൽ അമ്മയുടെ മോൻ ഇന്നും വായ തുറക്കാതെ റൂമിൽ ഇരിക്കുമായിരുന്നല്ലോ എന്ന്. അതിനുശേഷം സീൻ മാറുന്നത് രോഹിത്തിന്റെ റൂമിലേക്കാണ്. രോഹിത് തന്റെ ബുക്കുകളും സാധനങ്ങളും ഒക്കെ വൃത്തിയാക്കുകയാണ്. അപ്പോഴാണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ബബിത ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. രോഹിത് ചോദിക്കുന്നു, എന്നെ കളിയാക്കി ചിരിക്കാനാണോ വന്നത് എന്ന്. ബബിത പറയുന്നുണ്ട്, ഈ ചിരിക്ക് ഒരുപാട് അർത്ഥമുണ്ട് എന്ന്. പിന്നീട് രോഹിത്തിനോട് പറയുകയാണ്, അലീന ചേച്ചിക്ക് നല്ല പനിയാണെന്നും ആരെങ്കിലും ഉത്തരവാദിത്തത്തോടെ നോക്കിയില്ലെങ്കിൽ തങ്ങൾക്ക് കോളേജിലേക്കും ഡാൻസ് ക്ലാസ്സിലേക്കും പോകാൻ പറ്റില്ലെന്നും. അതുകേട്ടപ്പോൾ രോഹിത്തിന്റെ മുഖം മാറുന്നത് കാണാം. അലീന ചേച്ചിക്ക് എങ്ങനെ പനി വന്നു എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടന്റെ കയ്യിൽ നിന്നാവും കിട്ടിയത് എന്ന്. അതിനുശേഷം രോഹിത് നേരെ അലീനയുടെ അടുത്തേക്ക് പോകുകയാണ്. അലീന നല്ല ഉറക്കത്തിലാണ്. രോഹിത് നെറ്റിയിൽ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോഴേക്കും ബബിതയും എത്തി നോക്കുന്നു. ഡോക്ടറെ വിളിച്ചിട്ടുണ്ടെന്നും മരുന്ന് കൊടുക്കാത്തതാണെന്നും ബബിത പറയുന്നുണ്ട്. അതിനുശേഷം ബബിത അലീനയുടെ എല്ലാ കാര്യങ്ങളും രോഹിത്തിനെ ഏൽപ്പിക്കുകയാണ്. ചുക്കാപ്പി കൊടുക്കണം, മരുന്ന് സമയത്ത് കൊടുക്കണം, തണുത്തത് ഒന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം തുടങ്ങുന്നത്. അലീന എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ രോഹിത് അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. തലയണ ചാരി വെക്കുന്നു. കാപ്പി കയ്യിൽ കൊടുക്കുന്നു. അപ്പോ രോഹിത് പറയുന്ന ഒരു ഡയലോഗ് വളരെ മനോഹരമായിരുന്നു. ഈ സ്നേഹത്തിനു മുന്നിൽ അമ്മ പോലും തോറ്റാൽ മതിയായിരുന്നു എന്ന്. അലീന പക്ഷേ അതെല്ലാം ഒരു ചെറിയ ചിരിയിൽ ഒതുക്കുകയാണ്. കാരണം വൈജയന്തിയുടെ സ്വഭാവം പെട്ടെന്ന് മാറില്ലെന്ന് അലീനക്ക് നന്നായി അറിയാം. അതിനുശേഷം ബാലചന്ദ്രൻ ഡോക്ടറെ കൊണ്ടുവന്ന് അലീനയെ പരിശോധിപ്പിക്കുന്നു. ഡോക്ടർ പറയുന്നത് വൈറൽ പനിയാണെന്നും നന്നായി റെസ്റ്റ് എടുക്കണമെന്നും. അപ്പോഴേക്കും കൃഷ്ണമോളും ബബിതയും എല്ലാം അലീനയെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ഡോക്ടർ പോലും പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ, നന്നായി റെസ്റ്റ് കിട്ടും എന്ന്. ഇതെല്ലാം കണ്ടിട്ട് ബാലചന്ദ്രൻ തമാശയായി പറയുന്നുണ്ട്, ഞാൻ ഹാർട്ട് അറ്റാക്കായി കിടന്നപ്പോൾ ആരും നോക്കിയില്ല, ഇപ്പോ ഒരു ചെറിയ പനിക്ക് ദൗത്യ ട്രീറ്റ്മെന്റ് ആണ് എന്ന്. അതിനും കൃഷ്ണമോൾ മാസ് മറുപടി കൊടുക്കുന്നുണ്ട്, അച്ഛാ, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന്. പിന്നീട് മനുവിന്റെ എൻട്രിയാണ്. ബാലചന്ദ്രൻ വിളിച്ച് അലീനയ്ക്ക് പനിയാണെന്ന് പറഞ്ഞതോടെ മനു എറണാകുളം ട്രിപ്പ് പോലും മാറ്റിവെച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിൽ എത്തി രോഹിത്തിനോട് സംസാരിക്കുന്ന മനു പറയുന്നുണ്ട്, നീ ഇപ്പോ പഴയ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നത് വലിയ കാര്യമാണ് എന്ന്. അതിന് രോഹിത് പറയുന്ന മറുപടി വളരെ ഇമോഷണൽ ആയിരുന്നു. എന്റെ ജീവൻ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നത് അലീന ചേച്ചിയാണ് എന്ന്. അതിനുശേഷം മനു അലീനയുടെ അടുത്തേക്ക് പോകുന്നു. അലീനയെ നോക്കി 102 ഡിഗ്രി പനിയെങ്കിലും കാണും എന്ന് പറയുമ്പോൾ അലീന അത് ശരിവെക്കുകയും ചെയ്യുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും എന്ന്. അതിന് മനു ചെറിയൊരു പരിഭവത്തോടെ പറയുന്നുണ്ട്, ഞാനും സ്നേഹം കൊടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന്. ആ സീനിൽ മനുവിന്റെ മനസ്സിലെ അലീനയോടുള്ള സ്നേഹവും വേദനയും എല്ലാം വ്യക്തമായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ നോക്കുമ്പോൾ അലീനയുടെ സ്നേഹത്തിലൂടെ ഈ കുടുംബം പതിയെ ഒന്നാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ വൈജയന്തി മാത്രം ഇപ്പോഴും മാറാതെ അതേ വൈരാഗ്യത്തിൽ തുടരുകയാണ്. ഇനി പ്രൊമോയിൽ മനു പറയുന്ന ഒരു ഡയലോഗ് ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്, ചില വന്യമൃഗങ്ങളെ എത്ര സ്നേഹിച്ചാലും മെരുക്കാൻ പറ്റില്ല എന്ന്. അത് വ്യക്തമായും വൈജയന്തിയെ ഉദ്ദേശിച്ചാണ്.
എന്തായാലും അടുത്ത എപ്പിസോഡുകൾ കൂടുതൽ ഇമോഷണലും ഇൻട്രസ്റ്റിംഗുമായിരിക്കുമെന്ന് ഉറപ്പാണ്.